വെൽക്കം ബാക്ക് ടു ജുപോൾ. എടാ മക്കളെ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മുഴുവൻ കവിതകളുടെയും ആസ്വാദന ടിപ്പണി സെറ്റ് ആക്കിയിട്ടുണ്ട്. യെസ്, ഇനി നിങ്ങളുടെ മുന്നിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് കഹാനികൾ, അതുപോലെ ലേഖനം, ആത്മകഥ, ഇങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ കഥ നിങ്ങൾക്ക് അറിയാം. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ സമ്മറി നിങ്ങൾക്ക് മലയാളത്തിൽ കൂടി വേണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗദ്യ രൂപത്തിലുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? അതിൻ്റെയൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹിന്ദി സമ്മറിയും അതുപോലെ അതിൻ്റെ അർത്ഥം മലയാളത്തിൽ മിസ് തരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ ആ ഒരു ഹിന്ദി വായിക്കുന്ന സമയത്ത് മലയാളം കൂടി നോക്കുന്ന സമയത്ത് അതാണ് അതിൻ്റെ അർത്ഥം, ഇതാണ് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനും വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാനും സാധിക്കും. അപ്പം നമുക്ക് നോക്കാടാ, ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? യെസ്, അനുതാപ് അല്ലേ? സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാം? ഈ ഹിന്ദിയിലുള്ള സമ്മറി ജസ്റ്റ് ഒന്ന് വായിക്കാം. then നിങ്ങൾക്ക് അതിൻ്റെ മലയാളം എന്ത് ചെയ്യാടാ? മലയാളം ഞാനിതേ ഇതുപോലെ അത് നിങ്ങൾക്ക് തന്നെ അതേ ഹിന്ദിയുടെ മലയാളം ഞാൻ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യാം? അത് നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് രണ്ടും കൂടി എന്ത് ചെയ്യും? അങ്ങ് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ നോക്കിക്കേ, അനുബാദ് സേ ബരെ बेहद हृदय का चित्रण प्रस्तुत कहानी का सार है. रिक्शे वाले असलम की मृत्यु का खबर सुनते ही यात्री चौंक जाता है. कल तक असलम ही उसे दफ्तर पहुंचाया करता था. असलम की दोनों गुर्दे खराब थे. डॉक्टर ने उसे रिक्शे चलाने से मना कर दिया था. എന്താ പറഞ്ഞിരിക്കുന്നത്? അസ്ലം എന്ന റിക്ഷക്കാരന്റെ മരണ വാർത്ത അറിഞ്ഞ യാത്രക്കാരൻ ഞെട്ടിത്തരിച്ചു പോയി അല്ലേ? യെസ്, ഒരു കഥ വായിക്കുന്ന പോലെ ഉണ്ടല്ലോ. അതെന്തായിരുന്നു? അദ്ദേഹത്തിന് വളരെ ഷോക്കായിരുന്നു. പതിവായി യാത്രക്കാരനെ ഓഫീസിലേക്ക് എത്തിക്കുന്നത് അസ്ലമായിരുന്നു. ഇന്ന് പകരം വേറൊരു റിക്ഷക്കാരൻ എത്തി. അദ്ദേഹമാണ് അസ്ലമിന്റെ മരണ വാർത്ത യാത്രക്കാരനെ അറിയിച്ചത്. പിന്നെന്താണ്? അസ്ലമിന്റെ മരണ വാർത്ത യാത്രക്കാരന് വലിയൊരു ഷോക്കായിരുന്നു. അസ്ലമിന്റെ 2 വൃക്കകളും തകരാറിലായിരുന്നു. റിക്ഷ വലിക്കുന്നതിൽ നിന്നും ഡോക്ടർ അസ്ലമിനെ വിലക്കിയിരുന്നു. ഓക്കെ, അപ്പൊ അതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ബാക്കി നോക്കിക്കേടാ. അക്സർ യാത്രി യേ ദേഖ്താ ഹൈ കി റിക്ഷ ചലാത്തെ സമയ അസ്ലം ഏക് ഹാത്ത് സേ അപ്നാ പേट पकड़ लेता था. यात्री के मन में यह चिंता भी आई थी कि चढ़ाई के वक्त रिक्शे से उतर जाए, लेकिन यात्री ने हमदर्दी के अभाव से उसे उसका अपने समझा. आज यह सोचकर यात्री पश्चाताप महसूस करता है. आज वह चटाई के निकट आते ही रिक्शे को रोकने के लिए कहा. वह स्वयं रिक्शे से उतरकर एक अपराधी की तरह रिक्शे के साथ साथ चला. എന്താ പറഞ്ഞിരിക്കുന്നത്? നോക്കിക്കേടാ. എന്നാൽ ഇതൊന്നും വക വയ്ക്കാതെ കടുത്ത ചുമയോട് കൂടി തീരെ വയ്യാതെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തലേ ദിവസം റിക്ഷ വലിച്ചുകൊണ്ടിരിക്കുന്ന അസ്ലമിന്റെ മുഖം യാത്രക്കാരന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. കയറ്റത്തിലേക്ക് റിക്ഷ നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ റിക്ഷയിൽ നിന്നും ഇറങ്ങാൻ പലതവണ യാത്രക്കാരൻ ചിന്തിച്ചതാണ്. പക്ഷെ എന്താണ് അദ്ദേഹത്തിന് ഇറക്കാതിരുന്ന ഒരു കാരണം? നോക്കിക്കേ, എന്നാൽ റിക്ഷക്കാരന്റെ പെരുമാറ്റം നാടകമാവാമെന്നും അങ്ങനെയുള്ളവരോട് സഹതാപം കാണിക്കുന്നത് മണ്ടത്തരമാകുമെന്ന ചിന്ത യാത്രക്കാരന്റെ മനസ്സിനെ പിറകോട്ട് വലിച്ചു. പിന്നെയോ, വേദന സഹിച്ചുകൊണ്ട് റിക്ഷ വലിച്ചുകൊണ്ടിരുന്ന അസ്ലമിന്റെ മുഖം യാത്രക്കാരന്റെ മനസ്സിനെ പശ്ചാത്താപ വിവശനാക്കുകയാണ്. പുതിയ റിക്ഷക്കാരൻ യാത്രക്കാരനെയും കൊണ്ട് നടരാജ് ടാക്കീസ് കഴിഞ്ഞുള്ള വലിയ കയറ്റത്തിലേക്ക് നീങ്ങുകയായിരുന്നു. യാത്രക്കാരൻ പെട്ടെന്ന് റിക്ഷയിൽ നിന്നും ഇറങ്ങി കാൽനടയായി മുന്നോട്ട് നടന്നു. അസ്ലമിനെ കുറിച്ചുള്ള ചിന്തകളാൽ ദുഃഖിതനായ യാത്രക്കാരൻ ഒരു അപരാധിയെ പോലെ പതുക്കെ റിക്ഷയോടൊപ്പം മുന്നോട്ട് നടന്നു നീങ്ങി. ഇനി എന്താണ് ഈ കഹാനിയിൽ പറയുന്നതെന്നാണ് നമ്മൾ അവസാനമായിട്ട് പറയുന്നത്. അസ്ലം നാമക് റിക്ഷ വാലെ കെ സാത്ത് ഹോനെ വാലെ അനുതാപ് കാ ഗുല ചിത്रण यहाँ हुआ है. मनुष्य की और से जिंदगी कहीं कहीं जाने अनजाने गलतियां होती है. कुछ गलतियां हम सुधार सकते हैं, लेकिन कुछ का कोई इलाज नहीं होता. जिस मनुष्य के दिल में सहजीव के प्रति संवेदना है, वह ऐसी हालत में पश्चाताप विवशा बन जाएगा. अनुताप इसी संवेदना से युक्त है. आजकल की हमदर्दी दुनिया भी हमारे सामने से गुजरते हैं. असलियत के पहचानने की असमर्थता एक प्रश्न चिन्ह बनकर यात्री के मन में सदा रहेगी.
എന്താ പറയുന്നത്? അസ്ലം എന്ന റിക്ഷക്കാരൻ നേരിട്ട ദുരവസ്ഥ ഇവിടെ വ്യക്തമായി ചിത്രീകരിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ മനുഷ്യൻ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ വരുത്തുന്നു. ചില തെറ്റുകൾ നമുക്ക് തിരുത്താം, എന്നാൽ ചിലതിന് സാധ്യമല്ല. ഓക്കെ, പിന്നെയോ സഹജീവികളോട് അനുകമ്പയുള്ള ഒരു വ്യക്തി അത്തരം ഒരു സാഹചര്യത്തിൽ പശ്ചാത്തപിക്കാൻ നിർബന്ധിതനാകും, അല്ലെ? അതാണ് നമ്മൾ അസ്ലമിൽ കാണുന്നത്. അനുതാപം, അതായത് അനുതാപം എന്ന ഈ വികാരം നിറഞ്ഞതാണ്. ഇന്നത്തെ അനുകമ്പയില്ലാത്ത ലോകവും നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നു. യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള കഴിവില്ലായ്മ എന്നും സഞ്ചാരിയുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കും. ഓക്കെ, അപ്പൊ നമുക്കിതൊരു സ്റ്റോറി വായിക്കുന്ന പോലെ തോന്നും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മലയാളം ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒന്നുകൂടി കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ കവിതയുടെ ടിപ്പണി നമ്മൾ പഠിച്ചതാണ്. സോ നമ്മൾ എന്ത് ചെയ്യില്ല, അതിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ജുലൂസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ യെസ് കുറച്ച് ടഫാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, മലയാളം കൂടി വായിക്കാം. അപ്പൊ നോക്കിക്കേ, അംഗ്രേസ് ദേശ ചോട് നാരെ ബുലന്ദ് करते हुए संग्राम सेनानियों का जुलूस आ रहा है. सड़क के किनारे वाले बाजार के व्यापारी शंभुनाथ, दीनदयाल, मौकू आदि जुलूस की चर्चा में മഗ്നി. എന്താ പറയുന്നത്? ബ്രിട്ടീഷുകാർ രാജ്യം വിടുക എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് സമരസേനാനികളുടെ ജാഥ കടന്നു വരുന്നു. റോഡരികിലുള്ള മാർക്കറ്റിലെ വ്യാപാരികളായിട്ടുള്ള ശംഭുനാഥ്, ദീൻദയാൽ, മൈക്കു എന്നിവർ ജാഥയെ കുറിച്ചുള്ള ചർച്ചയിൽ മുഴുകിയിരിക്കുന്നു. പിന്നെന്താ പറയുന്നത് നോക്കിക്കേ, യെസ്, दीनदयाल ऐसे उड़ाकर कहते हैं कि जुलूस के द्वारा कैसे स्वतंत्रता मिलेगी. गांधी जी भी अब बूढ़ा हो गया है. शहर के धनी लोग अब जुलूस में भाग लेते नहीं, इसलिए हम जैसे व्यापारी इसमें भाग लेने की आवश्यकता नहीं. अंग्रेजी शासन में धनी लोगों को कोई दिक्कत नहीं, वे तो बंगले में रहने वाले हैं. എന്താ പറയുന്നത് നോക്കിക്കേ, എന്താ പറയുന്നത്? ജാഥയിലൂടെ സ്വാതന്ത്ര്യം എങ്ങനെ ലഭിക്കുമെന്നും ഗാന്ധിജി പോലും വൃദ്ധനായെന്നും പട്ടണത്തിലെ മാന്യരായ ആളുകളാരും ജാഥയിൽ പങ്കെടുക്കുന്നില്ലെന്നും അങ്ങനെയുള്ള സാഹചര്യത്തിൽ വ്യാപാരികളായ നമ്മൾ ഇതിൽ പങ്കെടുക്കേണ്ടതില്ലെന്നും പരിഹാസത്തോടെ പറയുന്ന ദീൻദയാലിനോട് ധനികർക്കൊന്നും ബ്രിട്ടീഷുകാർ ഭരണത്തിൽ ഒരു പ്രയാസവുമില്ലെന്നും അവർ മണിമന്ദിരങ്ങളിൽ താമസിക്കുന്നവരാണെന്നും മൈക്കു മറുപടി നൽകുന്നു. ഓക്കെ, അതായത് ആ സമരത്തിൽ നിന്ന് പിൻവലിയുന്നതോട് മൈക്ക് പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് പറയുന്നത് നോക്കിക്കേടാ. हमारे नेता गांधी जी है, वो देश की स्वतंत्रता के लिए मरने के लिए भी तैयार है. यही मौकू का उत्तर रहा. घोड़े वाले पुलिस दारोगा बीरबल सिंह स्वराजियों की जुलूस को रोकता है. देन दारोगा ने उनसे वापस जाने को कहा, लेकिन स्वराजियों ने कहा हम कोई लूटपाट करने के लिए नहीं आए हैं, बल्कि हमारे उद्देश्य देश की स्वतंत्रता है. എന്താ പറയുന്നത്? ഞങ്ങളുടെ നേതാവ് ഗാന്ധിജിയാണെന്നും അദ്ദേഹം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരണം വരിക്കാൻ പോലും തയ്യാറാണെന്നും മൈക്കു ദീൻദയാലിന്റെ പരിഹാസത്തിന് മറുപടി നൽകുന്നു. അല്ലെ, മറുപടി അങ്ങനെയാണ് കൊടുത്തത്. പിന്നെയോ കുതിരപ്പുറത്തെത്തിയ പോലീസ് ഇൻസ്പെക്ടർ ബീർബൽ സിംഗ് സ്വരാജികളുടെ ജാഥ തടയുന്നു. പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട പോലീസിനോട് ഞങ്ങൾ യാതൊരുവിധ ലഹളയുണ്ടാക്കാനോ കൊള്ളയടിക്കാനോ വന്നതല്ലെന്നും ഞങ്ങളുടെ ഉദ്ദേശം രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യമാണെന്നും അറിയിക്കുന്നു. പിന്നെന്താ പറയുന്ന നോക്കിക്കേ. स्वराजियों नेता इब्राहिम अली ने पुलिस से कहा अब हमें रोक नहीं सकते. तब बीरबल सिंह ने कहा डीएसपी के निर्देशों का पालन मुझे करना है. यदि आप लोग वापस न चाहे तो लाठी चार्ज എന്ത് ചെയ്യും, करना पड़ेगा. लाठी चार्ज में इब्राहिम अली के सिर पर चोट लगे और वह बुरी तरह घायल हुए. എന്താ പറയുന്നത്? സ്വരാജികളുടെ നേതാവായ ഇബ്രാഹിം അലി താങ്കൾക്ക് ഞങ്ങളെ തടയാൻ സാധിക്കില്ലെന്നും പോലീസിനെ അറിയിക്കുന്നു. DSPയുടെ നിർദ്ദേശം എനിക്ക് പാലിക്കേണ്ടതുണ്ടെന്നും പിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ലാത്തി ചാർജ് നടത്തേണ്ടി വരുമെന്നും ബീർബൽ സിംഗ് അറിയിക്കുന്നു. സ്വരാജികൾ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്നുണ്ടായ ലാത്തി ചാർജില് ഇബ്രാഹിം അലിയുടെ തലയ്ക്ക് കുതിരക്കുളമ്പടി കൊണ്ട് ഗുരുതരമായി പരിക്കേൽക്കുന്നു.
ഈ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അല്ലെ? യെസ്. പിന്നെന്താ പറയുന്നത്? ഇബ്രാഹിം അലി और अन्य स्वराजियों के घायल होने का समाचार शहर में संघर्ष पैदा करता है. इसी अवसर पर मऊ को दीनदयाल, शंभुनाथ आदि देश प्रेम से प्रभावित होकर जुलूस में भाग लेते हैं. इब्राहिम अली के घायल होने का समाचार पाकर आने वाले भीड़ का नियंत्रण कैसा करेगा, ये सोचकर बीरबल सिंह असमंजस में पड़ गए. भीड़ से जल्दी वापस जाने का निर्देश बीरबल सिंह ने दिया. घायल हुए इब्राहिम अली को भीड़ के आने का पता लगता है. अंग्रेजों के लिए प्रयत्न करने वाले बीरबल सिंह जैसे भारतीय से अपने भाई स्वराजियों के लड़ने की अवस्था आए तो इब्राहिम अली ने बताया. എന്താ പറഞ്ഞത്? हम भाई आपस में लड़ना नहीं चाहिए. लड़ाई नहीं, मनोभाव में बदलाव ही हमारा लक्ष्य है. इस प्रकार सभी भारतीय इकट्ठे हो जाए तो स्वराज नामक सूर्योदय साकार हो जाएगा. यही इब्राहिम अली की घोषणा थी. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഇബ്രാഹിം അലിക്കും നിരവധി സ്വരാജികൾക്കും പരിക്കേറ്റ വാർത്തയോടെ നഗരത്തിൽ സംഘർഷം ആരംഭിക്കുന്നു. ഈ സാഹചര്യത്തിൽ മൈക്കുവും ദീൻദയാലും ശംഭുനാഥും ദേശസ്നേഹത്താൽ ജാഥയിൽ പങ്കാളികളാവാൻ തയ്യാറാവും. പിന്നെയോ DSP സാഹബ് സഹായത്തോടെ അഹിംസ വ്രതധാരികളായ സ്വരാജികളെ എങ്ങനെ നേരിടും? ഇബ്രാഹിം അലിക്ക് പരിക്കേറ്റ വിവരമറിഞ്ഞ എത്തിക്കൊണ്ടിരിക്കുന്ന രോഷാകുലരായ ജനക്കൂട്ടത്തെ എങ്ങനെ നേരിടും എന്നോർത്ത ബീർബൽ സിംഗ് ആശയക്കുഴപ്പത്തിലാവും. പിന്നെന്താ പറയുന്നത്? ജനക്കൂട്ടത്തോട് സാവധാനം പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നു. ഞാനിതിങ്ങനെ വായിച്ചു പോകുന്ന നിങ്ങൾക്കിത് വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, ആ ഒരു സ്റ്റോറി നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. പിന്നെന്താണ് പറയുന്നത്? പരിക്കേറ്റ് കിടക്കുകയായിരുന്ന ഇബ്രാഹിം അലി ജനക്കൂട്ടം രോഷാകുലരായി എത്തുന്ന വിവരം അറിയുന്നു. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ബീർബൽ സിംഗ് പോലെയുള്ള ഇന്ത്യക്കാരനെ സ്വന്തം സഹോദരങ്ങൾ നേരിടുമെന്ന അവസ്ഥ വന്നപ്പോൾ ഇബ്രാഹിം അലി നമ്മൾ സഹോദരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടരുതെന്നും ആവശ്യപ്പെടുന്നു. ഏറ്റുമുട്ടലല്ല, മനോഭാവത്തിൽ മാറ്റമുണ്ടാവുകയാണ് ലക്ഷ്യമെന്നും അങ്ങനെ എല്ലാ ഇന്ത്യക്കാരും ഒന്നു ചേർന്നാൽ സ്വരാജ്യം എന്ന സൂര്യോദയം ഉണ്ടാകുമെന്നും ഇബ്രാഹിം അലി പ്രഖ്യാപിക്കും. ഇതാണ് ജുലൂസ് എന്ന സ്റ്റോറിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ദെൻ നെക്സ്റ്റ് ആനന്ദിക്ക് ഫുൾ ചെടിയാം അല്ലെ. നമുക്ക് സംക്ഷേപം വരാൻ ചാൻസ് ഉള്ള ചാപ്റ്റർ ഇതാണ്. നോക്കിക്കേടാ. जीवन के प्रति सकारात्मक दृष्टिकोण रखने वाले आनंद गोपाल शेवड़े के प्रेरक अनुभवों से युक्त ललित निबद्ध है आनंद की फुलझड़ियां. हमने इसमें 5 भिन्न भिन्न घटनाओं से समाज का यथार्थ चित्र प्रस्तुत करता है. स्वार्थता छोड़कर परमार्थ के लिए काम करे तो मनुष्य जीवन स्वार्थक होता है. धन मृत शब्द एवं सभ्य आचरण सेक्शन मात्र के लिए सहजीवियों के सुख पहुंच सके तो हमारा जीवन धन्य होगा. എന്താ പറയുന്നത് നോക്കിക്കേ. ജീവിതത്തോട് പോസിറ്റീവായ കാഴ്ചപ്പാട് സൂക്ഷിക്കുന്ന അനന്തഗോപാൽ ഷേവ്ഡെയുടെ പ്രേരണാജനകമായ അനുഭവങ്ങൾ വർണ്ണിക്കുന്ന ഉപന്യാസമാണ് ആനന്ദ് കി ഫുൽചഡിയ. നോക്കിക്കേ. ഇതിൽ 5 വ്യത്യസ്തമായ സംഭവങ്ങളിലൂടെ സമൂഹത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കുന്നു. സ്വാർത്ഥത ഉപേക്ഷിച്ച് സത്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മനുഷ്യ ജീവിതം സ്വാർത്ഥമാകും. സ്വാർത്ഥമാവെന്ന് പറഞ്ഞാൽ എന്താ? മറ്റേ സ്വാർത്ഥത അല്ല കേട്ടോ. സ്വാർത്ഥമാവുന്ന നമ്മുടെ ജീവിതം തന്നെയാവും. സഭ്യമായ ഭാഷയിലും പെരുമാറ്റത്തിലും നിമിഷ നേരത്തെങ്കിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ കഴിഞ്ഞാൽ മനുഷ്യ ജീവിതം ധന്യമാകും. ഓക്കെ. അത് ജസ്റ്റ് ഇൻട്രഡക്ഷൻ മാത്രമാണ് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നോക്കിക്കേ. യെസ്. जगह जगह जो हरे भरे वृक्ष दिखाई देते हैं उन सब का बीज हमारे पूर्वजों ने बोया था. आगामी पीढ़ी को सुख एवं आनंद पहुंचाने इन फल वृक्षों का बीज बोया था. എന്താ പറയുന്നത്? പലയിടങ്ങളിലും പച്ചപ്പ് നിറഞ്ഞ വൃക്ഷങ്ങൾ കാണുന്നുണ്ട്. അവയുടെ വിത്തുകൾ നമ്മുടെ പൂർവികൾ വിതച്ചതാണ് അല്ലെ. പൂർവികർ എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻപേ ഉള്ള ആളുകൾ. വരും തലമുറയുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് ആ ഫലവൃക്ഷങ്ങളുടെ വിത്ത് വിതച്ചത് അല്ലെ. അതായത് ആ മാങ്ങയുടെ വിത്ത് നടന്ന ആ ഒരു സിറ്റുവേഷൻ ആണ്.
അടുത്ത എന്താ പറയുന്നത് നോക്കിക്കേടാ. रेलगाड़ी में यात्रा करते वक्त लेखक ने सुंदर फूल फलों का बीज फेंकती हुई एक संभ्रांत महिला को देखा. രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ്. उसको न मालूम कि उस रास्ते से फिर गुजरूं या नहीं, फिर भी वह इस अवसर का उपयोग करती है. यदि इसमें से कुछ जड़ पकड़ों दे जरूर दूसरों के लिए उपयोगी होगा. എന്താ പറയുന്നത്, ലേഖകൻ ട്രെയിനിൽ കേട്ടോ, ഇവിടെ മലയാളത്തിലേക്ക് പറയുമ്പോഴുള്ള ഒരു കാര്യമാണ്, തീവണ്ടിയിൽ നിന്നൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് പൂക്കളുടെയും പഴങ്ങളുടെയും വിത്തുകൾ പുറത്തേക്കെറിയുന്ന ഒരു സ്ത്രീയെ കണ്ടു. ഇനി ആ വഴിയിലൂടെ യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന് പോലും അവർക്കറിയില്ലായിരുന്നു. എന്നിട്ടും അവർ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നു അല്ലെ. ആർക്കെങ്കിലുമൊക്കെ അത് ഉപകരിക്കും എന്ന ചിന്തയിലാണ് ആ വിത്ത് എറിയുന്നത്. പിന്നെ നോക്കിക്കേ, अमेरिका के प्रेसिडेंट बेंजामिन फ्रैंकलिन के पास सहायता मांगे आए एक गरीब विद्यार्थी को उन्होंने $20 दिए. आश्चर्य की बात यह है कि वे डॉलर एक चेन के रूप में आज भी अमेरिका में जरूरतमंदों के बीच घूम रहे हैं. എന്താ പറയുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചു വന്ന ഒരു ദരിദ്രനായ വിദ്യാർത്ഥിക്ക് അദ്ദേഹം $20 നൽകി. ആ സിറ്റുവേഷൻ ഓർമ്മയുണ്ടല്ലോ അല്ലെ. യെസ്, ആ $20 ഇന്നും അമേരിക്കയിലെ അത്യാവശ്യക്കാർക്കിടയിൽ ഒരു ചെയിൻ പോലെ ചുറ്റിത്തിരിയുന്നു എന്നത് ആശ്ചര്യമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, ആ പൈസ തിരിച്ചു വാങ്ങിയില്ല അല്ലെ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, അത് ഓരോ ആവശ്യക്കാരിലേക്ക് ഇങ്ങനെ കൊടുത്ത അത് ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പല ആവശ്യക്കാരുടെയും ഇടയിൽ കയ്യിൽ ഇങ്ങനെ മാറി മാറി മറയുന്നുണ്ട്. പിന്നെ നോക്കിക്കേടാ, टिकट लेने वाले यात्रियों की उपहास के बीच लेखक ने टिकट बाबू की परेशानियों के समझकर जो मधुर बात कही, उसका गहरा प्रभाव टिकट बाबू पर पड़ा. उस सहानुभूति से उसका हृदय मोम सा हो गया और जल्दी जल्दी टिकट देकर भीड़ छाड़ना शुरू किया. എന്താ പറയുന്നത്, യെസ്, ടിക്കറ്റ് ബാബുവിനെ കുറിച്ച് അല്ലെ. ടിക്കറ്റ് എടുക്കുവാൻ വന്ന യാത്രക്കാരുടെ പരിഹാസങ്ങൾക്കിടയിൽ ടിക്കറ്റ് ബാബുവിന്റെ വിഷമങ്ങൾ തിരിച്ചറിഞ്ഞ ലേഖകൻ അയാളോട് പറഞ്ഞ മധുരമായ കാര്യങ്ങൾ അയാളിൽ വലിയ മാറ്റം വരുത്തി. സഹിഷ്ണുതയാൽ അയാളുടെ ഹൃദയം മെഴുകുപോലെ തീരുകയും അതുപോലെ വളരെ പെട്ടെന്ന് ടിക്കറ്റ് കൊടുത്ത് തിരക്കൊഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അല്ലെ. ആ സംഭവം ഓർമ്മയുണ്ടല്ലോ അല്ലെ. അദ്ദേഹം എന്ത് ചെയ്തു, യെസ്, അദ്ദേഹത്തിന്റെ വാക്കിൽ സമാധാനിപ്പിച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു റഷ് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അവസാനത്തെ സംഭവം നോക്കിക്കേ, ലേഖക बैंक में हिसाब खोलने के लिए आए थे. वहां की क्लर्क का लिखावट बहुत सुंदर था. लेखक खुले मन से उसकी प्रशंसा की. क्लर्क का चेहरा प्रसन्नता से खिल उठा. लेखक के थोड़े शब्दों से उसके जीवन में क्षण मात्र के लिए सुख पहुंचाया. दूसरों के गुणों के पहचान कर प्रशंसा करने से एक दूसरे के प्रति सहानुभूति जागृत होती है. संबंध दृढ़ एवं मधुर होते हैं. എന്താ പറയുന്നത്, ലേഖകൻ അക്കൗണ്ട് തുടങ്ങാനായി ബാങ്കിലേക്ക് പോയി. അവിടുത്തെ ക്ലർക്കിന്റെ കൈയക്ഷരം വളരെ മനോഹരമായിരുന്നു. ലേഖകൻ തുറന്ന മനസ്സോടെ അയാളെ അഭിനന്ദിച്ചു. ആ ക്ലർക്കിന്റെ മുഖം സന്തോഷത്താൽ വിടർന്നു. ലേഖകന്റെ മിതമായ വാക്കുകൾ അയാളുടെ ജീവിതത്തിൽ നിമിഷ നേരത്തേക്കെങ്കിലും സുഖം ഉണ്ടാക്കി. മറ്റുള്ളവരുടെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് അഭിനന്ദിക്കുമ്പോൾ സഹിഷ്ണുതയുണരുന്നു. ബന്ധങ്ങൾ സുദൃഢവും അതുപോലെ മധുരവുമായി തീരുന്നു അല്ലെ. ആ ഒരു കണക്ഷൻ അവിടെ ഉണ്ടാവുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആനന്ദിക്ക് ഫുൾ സ്റ്റഡിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ്, ഈ മലയാളം ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒന്നുകൂടി അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, യെസ്, അടുത്ത ചാപ്റ്റർ ദുഃഖ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദുഃഖം ഒന്ന് പറയോ മിസ് ചെയ്യുന്ന. യെസ്, നോക്കിക്കേടാ, ദുഃഖിൽ നിങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞു വെക്കേണ്ട കാര്യം ഇതാണ് കേട്ടോ. നോക്കിക്കേ, ദിലീപ് और हेमा पति पत्नी थे. दोनों प्यार करने ही. दिलीप पत्नी को पूर्ण स्वतंत्रता दी थी. देन एक दिन उसकी सहेली के साथ सिनेमा देखने का कारण पति से रूठकर हेमा अपने घर चले जाते हैं. दिलीप को बड़ा दुख और शोक हुआ അല്ലേ. നോക്കിക്കേ, എന്താ നോക്കിക്കേ, യെസ്, ഹേമയും ദിലീപും ഭാര്യ ഭർത്താക്കന്മാരാണ്. രണ്ടുപേരും വളരെയധികം സ്നേഹിക്കുന്നു. ദിലീപ് ഭാര്യയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ഒരു ദിവസം ഹേമയും കൂട്ടുകാരിയുമൊത്ത് സിനിമ കാണാൻ പോയി എന്ന കാരണത്താൽ ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയി.
ദിലീപിന് വളരെയധികം ദുഃഖവും ദേഷ്യവും ഉണ്ടായി. ഇങ്ങനെയല്ലേ ഇതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് അല്ലെ. യെസ്, അടുത്ത നോക്കിക്കേ. ഏകാന്തത से बचने के लिए वो शाम को टहलने जाता है. इधर उधर घूमते फिरते रात में घर लौटते समय आजीविका के लिए सौदा बचने वाले एक लड़के से उसकी मुलाकात हुई. उसकी दयनीयता समझकर दिलीप सारे पकौड़े खरीद कर 8 पैसे देते हैं. देन छुट्टे के पैसे लेने के बहाने दिलीप उसके घर जाते हैं. वहां की स्थिति दयनीय था. എന്താ പറയുന്നത്? ഏകാന്തതയിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി അയാൾ സന്ധ്യയ്ക്ക് നടക്കാനിറങ്ങുന്നു അല്ലെ. ദിലീപ് നടക്കാനിറങ്ങാണ്. അങ്ങനെ അവിടെ ഇവിടേക്ക് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് അയാൾ രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഉപജീവനത്തിനായി പലഹാരം വിൽക്കുന്ന ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. അവന്റെ ദയനീയത മനസ്സിലാക്കി ദിലീപ് 8 പൈസയ്ക്ക് മുഴുവൻ പലഹാരവും വാങ്ങിയ ശേഷം 1 രൂപ നാണയം കൊടുക്കുന്നു. ചില്ലറ പൈസ വാങ്ങാൻ എന്ന വ്യാജേനെ ദിലീപ് അവന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടുത്തെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. പിന്നെന്താ പറയുന്നത്? ഉസ്കി വിധവ മാം കെ പാസ് भी चुट्टे के पैसे नहीं थे. बाले के मिठाई के लिए बाकी पैसे दिए तो ईमानदारी माम उसके लिए तैयार नहीं हुआ. वह अपना भूख भूलकर बेटे के पेट भरना चाहते हैं. माम बेटे के इस असली भूख देखकर दिलीप का मन द्रवित होता है. എന്താ പറയുന്നത്? അവന്റെ വിധവയായ അമ്മയുടെ കയ്യിൽ ചില്ലറ പൈസ ഇല്ലായിരുന്നു. കുട്ടിക്ക് മിഠായിക്ക് വേണ്ടി ആ 1 രൂപ കൊടുക്കുവാൻ ദിലീപ് തയ്യാറായിരുന്നുവെങ്കിലും സത്യസന്ധയായ അമ്മ അത് വാങ്ങാൻ തയ്യാറായിരുന്നില്ല. അവർ സ്വന്തം വിശപ്പ് മറന്ന് മകന്റെ വയർ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അമ്മയുടെയും മകന്റെയും യഥാർത്ഥ ദുഃഖം കണ്ട് ദിലീപിന്റെ മനസ്സ് അലിഞ്ഞു. അതായത് ദിലീപിന് വളരെ വിഷമാവാണ്. ओके, പിന്നെന്താ പറയുന്നത്? रात में घर पहुंचते ही दिलीप को पत्नी का पत्र मिलता है. पत्र इस प्रकार शुरू होती है, मैं इस जीवन में दुख ही देखने में पैदा हुई हूँ. आगे पढ़े बिना उसने पत्र फाड़ कर फेंकता है. वह उस गरीब मां बेटे के यथार्थ दुख और अपनी पत्नी के नकली दुख की तुलना करते हैं. दिलीप पहचानते हैं हेम की दुख रसीला है और कहते हैं कि काश तुम जानती ही कि दुख किस कहता है. दिलीप असली दुख का पहचान करते हैं. എന്താ പറയുന്നത്? രാത്രിയിൽ വീട്ടിലെത്തിയപ്പോൾ ദിലീപിന് ഭാര്യയുടെ കത്ത് ലഭിച്ചു. കത്ത് ഇങ്ങനെ തുടങ്ങുന്നു. എങ്ങനെ? ഞാൻ ഈ ജീവിതത്തിൽ ദുഃഖം മാത്രം കാണാനായി ജനിച്ചതാണ്. മുന്നോട്ട് വായിക്കാതെ അയാൾ കത്ത് കീറിക്കളഞ്ഞു അല്ലെ. അതായത് മുഴുവൻ വായിക്കുന്നതിന് മുന്നേ ചെയ്തു? അദ്ദേഹം കത്ത് കീറിയിട്ട് വലിച്ചെറിഞ്ഞു. ആ അമ്മയുടെയും മകന്റെയും യഥാർത്ഥ ദുഃഖവും ഭാര്യയുടെ കൃത്രിമ ദുഃഖവും ദിലീപിന് താരതമ്യം ചെയ്യുന്നു. ഹേമയുടെ ദുഃഖം രസിപ്പിക്കുന്നതാണെന്നും അയാൾ തിരിച്ചറിയുന്നു. കഷ്ടം, യഥാർത്ഥ ദുഃഖം എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ അല്ലെ. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാണ്. ദിലീപ് യഥാർത്ഥ ദുഃഖം തിരിച്ചറിയുന്നു. ഇതാണ് ദുഃഖ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? ഹേമ ദിലീപിന്റെ ആ പ്രശ്നവും ദെൻ അമ്മയുടെ സീനും അല്ലെ, ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതുപോലെ എന്ത് ചെയ്യുക? ആ എൻഡിങ് അല്ലെ, ആ ഒരു വിഷമം മനസ്സിലാക്കുന്ന സിറ്റുവേഷൻ എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അപരാധാണ് അല്ലെ. അപരാധിൽ എന്താ? 2 സഹോദരന്മാർക്കിടയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നോക്കിക്കേ, സമകാലീൻ കഥാ സാഹിത്യके शीर्षस्थ हस्ताक्षर श्री उदय प्रकाश की आत्मकथात्मक कहानी है अपराध. ये 2 भाइयों की आपसी संबंध की कहानी है. ഇത് 2 സഹോദരന്മാർക്കിടയിലുള്ള കഹാനിയാണ്. നോക്കിക്കേ, अपाहिज बड़े भाई को छोटे भाई के प्रति जो प्यार है उसे समझने में वह असमर्थ रहा. बड़े भाई छोटे भाई से 6 बरस बड़ा था. गांव के सारे लड़के बड़े भाई के दोस्त थे. सब खेलने वक्त छोटे होने के कारण वह अकेला हो जाता है, लेकिन कई खेलों में भाई अपनी पाली में उसे शामिल करते हैं. അപ്പൊ എന്താ പറയുന്നത്? ആ വികലാംഗനായിട്ടുള്ള സഹോദരൻ 6 വയസ്സിന് അവർ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഏകദേശം ചേട്ടന്റെ പ്രായമായിരുന്നു അല്ലെ. അതുകൊണ്ട് എന്താ പലപ്പോഴും എന്താ അനിയൻ ഒറ്റയ്ക്കാവുന്നു. അപ്പൊ ആ ഒരു വിഷമല്ലേ ഉണ്ടെങ്കിൽ കൂടി എന്താണ് ചേട്ടൻ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? അവനെ അടക്കി പിടിക്കാറുണ്ട്. एक दिन गड़बड़ के गेल के अवसर पर छोटे भाई अकेला हो गया. सब गेल में डूब गए थे. गेल में डूब रहने के कारण बड़े भाई छोटे भाई को भूल चुके थे.
അല്ലെ ഗഡ്ബൽ കളിക്കുന്ന സമയത്ത് എന്താണ് അതിൽ മുഴുകിയ സമയത്ത് ചേട്ടൻ എന്ത് ചെയ്യാണ് അനിയനെ മറക്കാണ് खेल के अंत में वह जीत लिया खुशी के उस अवसर पर वह भी छोटे भाई को नहीं देखा बड़े भाई के प्रति छोटे के भीतर जबरदस्त प्रतिकार पैदा हो रहा था അപ്പൊ ആ ഒരു വിഷമല്ലേ ആണ് എന്താവുന്നത് അനിയന്റെ മനസ്സിൽ പ്രതികാരമായിട്ട് മാറുന്നത് अचानक छोटे भाई का गढ़बल एक चट्टान से टकराकर उलझा और उसके ही माथे पर आकर लेगा ഗഡ്ബൽ കളിക്കുമ്പോൾ പെട്ടെന്ന് അത് പാറയിൽ തറച്ചിട്ട് എന്ത് ചെയ്തു അവന്റെ നെറ്റിയിലേക്ക് പതിഞ്ഞു then food gaya और खून बहने लगा നെറ്റി പൊട്ടുകയും ചോര വരാൻ തുടങ്ങുകയും ചെയ്തു ബ്ലഡ് വന്നു അല്ലേ നോക്കിക്കേ എന്നിട്ടോ अपने भाई को बेक्षा की दंड देकर उसे कटघरे में खड़ा करने के लिए उसने पिताजी से झूठ बोला कि बड़े भाई ने उसे गढ़बल से मारा है അങ്ങനെ അവരെന്ത് ചെയ്തു ചേട്ടനോടൊന്നും പറയാതെ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് എന്ത് പറഞ്ഞു ചേട്ടൻ എന്നെ വടി കൊണ്ട് അടിച്ചു പിന്നെന്താണ് അബാഹിജ് ഭാई को प्रति ने दंड भी दिया भाई ने बार बार कहा कि मैंने इसे नहीं मारा फिर भी उन्हें सजा मिल रही थी പക്ഷെ ചേട്ടൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അല്ലേ അതായത് അച്ഛൻ ഒരുപാട് അടിച്ചു ആ സമയത്ത് ദയനീയമായിട്ട് ചേട്ടൻ അനിയനെ നോക്കുന്നുണ്ടായിരുന്നു अपने अबाहिज भाई के लाल आंखों में चाय करुणा और कतारता कभी कभी घुरने लगती है वर्षों बाद भी यह घटना छोटे भाई को सताती रहा वह क्षमा मांगना चाहता था लेकिन समय तो ज्यादा बीत गया था देन माता पिता अब नहीं है भाई तो उस घटना भूल चुके थे इसलिए क्षमा मांगने में वह असमर्थ रहा ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ് ആ ഒരു വിഷമം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കാണ് അല്ലെ എന്നിട്ട് എന്ത് ചെയ്യാണ് ചേട്ടനോട് സോറി പറയാൻ വേണ്ടിയിട്ട് ആര് തയ്യാറാവാണ് അനിയൻ അല്ലെ പക്ഷെ ആ സമയത്ത് പാരന്റ്സ് ഒന്നുമില്ല ചേട്ടനാണെങ്കിൽ എന്താ ഈ ഒരു സംഭവം എന്ത് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും മറന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പം അപ്പോഴെന്ത് ചെയ്യാണ് ആ ഒരു കുറ്റബോധം അനിയന്റെ മനസ്സിൽ കിടന്നിട്ട് കളിക്കാണ് ഇതാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അല്ലെ ഞാൻ നിങ്ങൾക്ക് മലയാളത്തിന്റെ സാരാംശം പറഞ്ഞു തരാം മറന്നുപോയതാണ് യെസ് അപ്പൊ എന്താണ് യെസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു മലയാളം തന്നിട്ടുണ്ട് കേട്ടോ സമകാലീന ഹിന്ദി സാഹിത്യത്തിലെ ശ്രേഷ്ഠ കലാകൃത്തരായിട്ടുള്ള ആരടാ യെസ് ഉദയപ്രകാശിന്റെ ആത്മകഥയാണ് എന്താ യെസ് ആത്മകഥ ശൈലിയിൽ എഴുതപ്പെട്ട കഥയാണ് എന്താ അപരാധം രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ് അപരാധം പ്രായത്തിന്റെ പക്വത കുറവ് കാരണം ജ്യേഷ്ഠ സഹോദരന് ഇളയ സഹോദരനോടുള്ള ആത്മബന്ധം തിരിച്ചറിയുന്നതിൽ ഇളയ സഹോദരൻ പരാജയപ്പെടുന്നു അതോടുകൂടി രണ്ട് സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധം ശിഥിലമാകുന്നു അതായത് ഇല്ലാതാവുകയാണ് കേട്ടോ ജ്യേഷ്ഠ സഹോദരനെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്ന ഉദ്ദേശത്തോടെ ജ്യേഷ്ഠ സഹോദരൻ തന്നെ ചെറിയ വടി കൊണ്ട് ഉപദ്രവിച്ചു എന്ന് അനുജൻ അച്ഛനോട് കള്ളം പറയുന്നില്ല അതായത് ഗഡ്ബൽ കളിക്കുന്ന സമയത്ത് ആ വടി കൊണ്ട് അടിച്ചു എന്ന് ദെൻ തുടർന്ന് വികലാംഗനായ ജ്യേഷ്ഠ സഹോദരന് അച്ഛനിൽ നിന്നും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു ദെൻ അച്ഛനിൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങിയ ജ്യേഷ്ഠന്റെ ദുഃഖസാന്ദ്രമായ മുഖം വർഷങ്ങൾക്ക് ശേഷവും ഇളയ സഹോദരന്റെ മനസ്സിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലെ ആ ഒരു വിഷമം ദയനീയമായിട്ട് അനിയനെ ഇങ്ങനെ നോക്കി ആ രംഗം എന്ത് ചെയ്യാണ് അവന്റെ മനസ്സിൽ കിടന്നിട്ടിങ്ങനെ കളിക്കാൻ ദെൻ തന്റെ അപരാധ ബോധത്താൽ ഇളയ സഹോദരന്റെ മനസ്സിന് മുറിവേൽക്കുന്നു വർഷങ്ങൾക്ക് ശേഷം ജ്യേഷ്ഠ സഹോദരന് മാപ്പ് ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം തന്റെ അനുജന്റെ അപരാധത്തെക്കുറിച്ച് മറന്നുപോയിരുന്നു കഥയുടെ അവതരണ ശൈലി വായനക്കാരെ ആകർഷിക്കുന്നതും വായനക്കാരന്റെ മനസ്സിൽ സ്പർശിക്കുന്ന തരത്തിലുമുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു സമ്മറി നിങ്ങൾ മലയാളത്തിൽ മാത്രം പഠിച്ചിട്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിലും കൂടി തന്നിട്ടുള്ളത് കേട്ടോ ഹിന്ദിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് പഠിക്കുക അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ഏത് ഡിസ്കോഴ്സ് പഠിച്ചിട്ടും കാര്യമില്ല നമ്മൾ ആ ഫോർമാറ്റിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഹിന്ദിയിൽ സമ്മറി അറിയണം ഓക്കെ യെസ് അപ്പൊ എത്രയേ ഉള്ളൂ എന്താ നിങ്ങളുടെ മുഴുവൻ ചാപ്റ്റേഴ്സിന്റെയും സമ്മറി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ യെസ് അപ്പൊ എന്ത് ചെയ്യുക ഈ സമ്മറി നിങ്ങൾ പഠിക്കുക ദെൻ മലയാളം നിങ്ങൾ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ വായിച്ചു പോവുക അപ്പൊ അത് ക്ലിയർ ആവും ഓക്കെ യെസ് അപ്പൊ എന്ത് ചെയ്യണം എല്ലാവരും പുതിയ ആൾക്കാരൊക്കെ ഉണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് ദെൻ നമുക്ക് എന്താ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും വേണമല്ലേ അപ്പൊ ഇന്നത്തെ ലൈവ് എന്ത് ചെയ്യുക നിങ്ങൾ മിസ്സാക്കാതിരിക്കുക എല്ലാവരും ഷെയർ ചെയ്ത് കറക്റ്റ് സമയത്ത് തന്നെ വരാം ഓക്കെ യെസ് അപ്പൊ ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരും.